കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി പെൻഷൻ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിലായിരുന്ന മറിയക്കുട്ടി CPM-നും മുഖ്യമന്ത്രിക്കുമെതിരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിനൊപ്പം തന്നെയാണ് CPIM ഈ കേസുമായി മുന്നോട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി പണം ഓഫർ ചെയ്തു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. CPM-ന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് നമ്മോടൊപ്പമുണ്ട്. വലിയ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പാർട്ടി പണം നൽകാം, ഈ കേസിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറിയക്കുട്ടിയുടെ ഒരു പോരാട്ട നാടകവും CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു തലമുടിനാരിൻ്റെ പരിക്കേൽപ്പിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ അത്ര ഒരു അവരുടെ പെൻഷൻ പദ്ധതി ആ സമരം UDF പ്ലാൻ ചെയ്ത് നമ്മുടെ ഡീൻ കുര്യാക്കോസ് MP പോയി പ്ലാൻ ചെയ്തിരുന്നു. രാഷ്ട്രീയ സമരമായിരുന്നു. ആ രാഷ്ട്രീയ സമരത്തെ നേരിടുന്നതിന് പകരം ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാദേശിക ലീഡർഷിപ്പ് അവരെ വ്യക്തിപരമായി ആക്രമിക്കുന്നതിലേക്ക് പോയി. അത്തരമൊരു നടപടിയെ ഞങ്ങളുടെ പാർട്ടി തള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് UDF-ൻ്റെയും BJP-യുടെയും രാഷ്ട്രീയ അധപ്പതനമാണ് ഇത്തരം ചില കഥാപാത്രങ്ങളെ അവഗണിച്ചുകൊണ്ട് CPM-നെ ആക്രമിക്കാൻ വേണ്ടി വരുന്നത്. അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ള പരാതിയെ സംബന്ധിച്ച് ഇന്നലെ BJP-യുടെ യോഗത്തിൽ ഒരു പങ്കെടുക്കുന്നു. അവർ തന്നെ പറഞ്ഞല്ലോ, CPM-കാർ വിളിച്ച് ആര് വിളിച്ചാലും ഞാൻ പോകും, ഞങ്ങൾക്ക് അവരെ ആവശ്യമില്ല, വിളിക്കേണ്ട കാര്യമില്ല, അവരെ ഞങ്ങളൊരു കഥാപാത്രമായി കാണുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു ഗതികേടുണ്ട്, മാധ്യമങ്ങൾക്കൊരു എന്താ പറയണത്, വിഷയദാരിദ്ര്യം നിങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ആളുകളുടെ ഇത് വെറ്റുപിടിക്കുന്നത്. ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല. മാത്രമല്ല, അങ്ങനെ ആർക്കെങ്കിലും പണം കൊടുത്ത് സ്വാധീനിച്ച് ഏതെങ്കിലും വിഷയത്തെ നേരിടേണ്ട യാതൊരു ഗതികേട് CPM-നില്ല. CPM-ന് ഏത് വിഷയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ട്, കാഴ്ചപ്പാടുണ്ട്. അത് നല്ല ഇച്ഛാശക്തിയോടുകൂടി പറയാനുള്ള കരുത്തും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ BJP-യും കോൺഗ്രസും, രാവിലെ BJP, ഉച്ച കഴിഞ്ഞ് കോൺഗ്രസ് ടൈം തീരുമാനിച്ചിരിക്കുകയാണല്ലോ. അവരുടെ ടൈം അനുസരിച്ച്, ടൈം ടേബിൾ അനുസരിച്ച് അവർ രണ്ടു കൂട്ടരും വിളിക്കുന്നു. അവർ ടൈം ടേബിളുമായി പോകട്ടെ, അവരെന്തേലും പറയട്ടെ. അവർക്ക് പെൻഷൻ കിട്ടിയല്ലോ. 600 രൂപ ഉണ്ടായിരുന്നത് 18 മാസം കുടിശ്ശിയാക്കിയിരുന്ന ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് അവർക്ക് വിമർശനമില്ലല്ലോ. അവർ പക്കയായി UDF കോൺഗ്രസ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നൊരു സ്ത്രീയാണ്. ആ കോൺഗ്രസ് രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പരാജയപ്പെടുന്നതിൻ്റെ ഭാഗമായി വരുന്നു. അതിനപ്പുറം ഞങ്ങൾ പുച്ഛിച്ച് തള്ളുക, അത്തരമൊരു ആക്ഷേപത്തെ സംബന്ധിച്ച് CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി പുച്ഛിച്ച് തള്ളുകയാണ്. അതിനപ്പുറമായി ഒന്നുമില്ല. ഞങ്ങളതിനൊരു കഥാപാത്രമായി കണ്ടിട്ടുമില്ല. യാതൊരു വിധമായ അതിന് ഞങ്ങൾ യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുള്ളതല്ല. അവരിങ്ങനെ അവരെ കൊണ്ട് ആരിലൊക്കെ നടക്കുന്നവർ കുറേ കാലം ജീവിക്കട്ടെ. അതൊക്കെ ഇതിനേക്കാൾ വലിയ UDF-ൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മറിയക്കുട്ടി അല്ല ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാവണം. ആ മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാകുന്നതിന് പോകാം. 5 വർഷക്കാലം ഈ ജില്ലയെ നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിച്ച ഡീൻ കുര്യാക്കോസിൻ്റെ ഒരു ഊർജ്ജശ്വാസം മറിയക്കുട്ടിയിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. അതവിടെ രാഷ്ട്രീയ അധപ്പതനമാണ്. കാരണം അദ്ദേഹമാണ് പോയിരുന്ന പരിപാടി തയ്യാറാക്കിയത്. ആ പരിപാടിയുമായി അവർ പിച്ചച്ചട്ടിമാർ ഉള്ളിലേക്ക് വരുന്നു. യൂത്ത് കോൺഗ്രസ്സുകാർ കൊണ്ടുപോയി 1600 രൂപ അതിലേക്ക് നിക്ഷേപിക്കുന്നു. ആ കാശ് കടം കൊടുക്കുമെന്ന് പറയുന്നു. ആ കടക്കുന്നതിനെ രാഷ്ട്രീയമായി അത് നേരിടുന്ന കാര്യത്തിൽ, രാഷ്ട്രീയ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കുന്ന കാര്യത്തിൽ അവിടുത്തെ ഞങ്ങളുടെ പ്രാദേശിക നേതൃത്വത്തിന് ചില പോരായ്മയുണ്ടായി. അത് സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് സംബന്ധിച്ച് CPM-ൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടുകൂടി ഞങ്ങളുടെ മുമ്പിൽ മറിയക്കുട്ടി ഒരടഞ്ഞ അധ്യായമാണ്. അതിപ്പോൾ അവരുടെ കേസുമല്ല, ഞങ്ങൾക്ക് ബാധകമാകുന്ന കേസാണോ? വെടിക്കെട്ടുകാരൻ്റെ പട്ടിയെ ഉടുക്കൂട്ടി പേടിപ്പിക്കുമെന്ന് പറയുന്നല്ലോ. CPM-ൻ്റെ കേസ് കാണിച്ച് ആര് പേടിപ്പിക്കാനാണ്? അതിനൊക്കെ വന്നാൽ ഞങ്ങൾ നേരിടും. ഇതൊന്നും ഈ ജില്ലയിലേക്ക് കയറുന്ന മനസ്സിലായില്ലേ? കഴിഞ്ഞ 11-12 തീയതി ഈ ജില്ല നടത്തിയ നവകേരള സദസ്സ് കണ്ടില്ലേ? ആ നവകേരള സദസ്സിൽ കോൺഗ്രസ് പേര് കെട്ടിട്ട് നിന്നില്ലല്ലോ. ആളുകൾ നിന്നോ? എല്ലാവിധമായ പ്രതികരണം സംഘടിപ്പിച്ചില്ലേ? BJP നേരിട്ടില്ലേ? അതുകൊണ്ട് ഇതൊന്നും ഈ രാജ്യമില്ല. നാടെങ്ങോട്ടാണ് പോകുന്നതെന്ന് വളരെ വ്യക്തതയുണ്ട്. ആ വ്യക്തമായ രാഷ്ട്രീയത്തിന് നല്ല ഇച്ഛാശക്തിയുണ്ട്. ആ ഇച്ഛാശക്തിയോട് കൂടിയുള്ള നിലപാടെടുക്കും.
ഏതായാലും അത്തരത്തിലാണ് CPM-ന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. ഈ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നു. BJP-ക്കും കോൺഗ്രസിനും ഒപ്പമാണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ അധപ്പതനമാണ് ഈ മറിയക്കുട്ടിയെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും പണം നൽകുക, അത്തരത്തിലുള്ള ഒരുവിധ ഇടപെടലും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് S. ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.